ഇന്നത്തെ എപ്പിസോഡിൽ ശരിക്കും എല്ലാ പ്രേക്ഷകരും കാണാൻ ആഗ്രഹിച്ചത് അനുമോളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് ഇന്ന് എല്ലാവരും കാണാൻ ആഗ്രഹിച്ചത്. പക്ഷേ അതിലും മേലെ കുറച്ച് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൂടെ ഉണ്ടായിട്ടുണ്ട്. അതാണ് നമ്മൾ അതായത് ഏറ്റവും ലാസ്റ്റ് എപ്പിസോഡിന്റെ ഏറ്റവും ലാസ്റ്റ് നൈറ്റ് അവിടെ നൈറ്റ് നടന്ന കാര്യങ്ങൾ എന്താണ് നടന്നത് നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ വന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം. ഫസ്റ്റ് തന്നെ മോർണിംഗ് ഡാൻസ് ആണ്. അതിനുശേഷം കിച്ചണിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിൽ കിച്ചണിൽ നമുക്ക് റേഷൻ വന്നപ്പോൾ ഓറഞ്ച് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നെവിൻ അതിന് തൊട്ടതിന് അത് എടുക്കാൻ പോയതിന് എന്തോ ആദില നോറ നമ്മുടെ നോറയും പിന്നെ അതുപോലെ തന്നെ അനുമോളും തമ്മിലൊരു വാക്കേറ്റം ഉണ്ടാവുന്നുണ്ട്. നെവിനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. അതായത് നെവിനെ കള്ളനായിട്ട് ഇപ്പൊ എല്ലാരും കാണുകയല്ലേ. അപ്പം അത് നെവിന് കുറച്ച് ട്രിഗർ ആവുന്നുണ്ട്. അത് അങ്ങനെ പറയുന്നത് ട്രിഗർ ആവുന്നുണ്ട്. അപ്പം ഇതിന് ശേഷം നടക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ അനുവും ആര്യനും തമ്മിലുള്ള ഒരു ഫണ്ണി ടോക്കാണ്. ആര്യൻ എന്തോ ഒരു കവർ വെച്ചിട്ടുള്ള എന്തോ ഹെയർ കവർ അങ്ങനെ എന്തോ തൊപ്പി വില കൊണ്ട് വെച്ചിട്ട് അത് വെച്ചിട്ടൊരു ഷോ ഓഫ് ആണ് അവിടെ നടക്കുന്നത്. ആരും മൈൻഡ് ചെയ്യുന്നില്ല. അത് അപ്പാന് നേരത്തെ പ്ലാൻ ചെയ്തു. അപ്പൊ എല്ലാവരും പറഞ്ഞു ആരും മൈൻഡ് ചെയ്യണം നിൽക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഇതിനു ശേഷം നടക്കുന്നത് ആദിലയും അനുവും തമ്മിലൊരു ടോക്കാണ്. അതായത് അനുവും ആര്യനും തമ്മിലൊരു ലവ് ട്രാക്ക് ഉണ്ടാവുന്നുണ്ടോ എന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ട്. അപ്പം ഇന്ന് ആദിലയും അനുവിനോട് ചോദിച്ചു, ഈ കാര്യങ്ങൾ ചോദിച്ചു. അപ്പം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന ടോക്കാണ്. ലൈവ് കണ്ടവർക്ക് അറിയാം ലവ് ട്രാക്ക് പിടിക്കാൻ പറ്റിയ ആളുകൾ ആരും അവിടെ ഇല്ല. അതുപോലെ തന്നെ പേളിയും ശ്രീനിഷും നമ്മുടെ സീസൺ 1 ആ ലവ് ട്രാക്ക് ഉണ്ട്. അതാണ് അനുവിന് താല്പര്യം എന്ന് പറയും. പക്ഷെ അതിനെ പറ്റി ആരും അവിടെ ഇപ്പൊ ഇല്ലെന്ന് പറയുന്നുണ്ട്. വയൽക്കാട് ആണെങ്കിലും വരുമെന്ന് നോക്കാം. വരുമെന്ന് തോന്നുന്നില്ല. പൊള്ളയില് കുറച്ചുകൂടെ കാണാനുള്ളത് എന്താ ആര്യൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. എനിക്ക് ആര്യന് താല്പര്യവും ഇല്ല, അനുവും അടുക്കുന്നുമില്ല, ആരുവിനും താല്പര്യമില്ല. അതിനുശേഷം നടക്കുന്ന എന്തായാലും ശാരിക അവിടെ ഹോട്ട് സീറ്റ്, അതായത് ശാരികയുടെ ഇന്റർവ്യൂവിനാണല്ലോ ഹോട്ട് സീറ്റ് എന്ന് പറയുന്നത്. അപ്പം അതവിടെ നടത്തുന്നത് സരികയെ വെച്ചിട്ടാണ് നടക്കുന്നത്. എല്ലാവരും കൂടെ പ്രോത്സാഹിപ്പിച്ച് ഉന്തിത്തള്ളി സരികനെ വിട്ടതാണ്. അതിനുശേഷം സരികേനെ ട്രിഗർ ചെയ്യാൻ വേണ്ടി ഉള്ള ക്വസ്റ്റ്യൻസ് ശാരികയുടെ ഇന്റർവ്യൂ നമ്മൾ കണ്ടിട്ടുള്ളത് നമുക്കറിയാം. അപ്പൊ അമ്മാതിരി ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ചോദിക്കുമ്പോൾ ഇങ്ങനെ ആരെയും രസിച്ച് കളിച്ചൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ ശാരിക ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. അതായത് വശ്യ സൗന്ദര്യത്താൽ ആണുങ്ങളെ മയക്കുന്നു അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ നടത്തി. അപ്പൊ അത് പിന്നീടായപ്പം സരികയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സരിക അതിനെതിരെ കരച്ചിലും വീഴ്ചയിലും തുടങ്ങുന്നുണ്ട്. സരികയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഇതിന് ശേഷം നടക്കുന്നത് നമ്മുടെ കിച്ചൺ അടി നമ്പർ 1 ആണ്. അതായത് റെനയുമായിട്ടുള്ള അടിയാണ് ഫസ്റ്റ് നടക്കുന്നത്. ശരിക്കും റെന ഒരു പക്ക ഷോ ഓഫിന് വേണ്ടി വന്നതാണ്. നമ്മൾ കഴിഞ്ഞ സീസണിൽ റെനനെ കിച്ചന്റെ പരിസരത്ത് കണ്ടോ? ഇല്ല. കാരണം ജിസയിലായിരുന്നു കിച്ചണില് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവരെ ശല്യപ്പെടുത്താൻ റെന നിന്നില്ല. നിങ്ങൾ റെനയും ജിസയിലും തമ്മിലുള്ള അറിയാലോ, അവര് നല്ല ഫ്രണ്ട്ഷിപ്പാണ്. ഇതിന് ശേഷം നമ്മുടെ വീക്ക് 1 ഒനീലുമായിട്ട് റെന ഉണ്ടാക്കിയ ഫൈറ്റ് അറിയല്ല. അത് റെന കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സ്ഥലം എവിടെയാണ്? കിച്ചൺ മാത്രമാണ്. വേറെ ഒരിടത്തും റെന കാണുന്നില്ല, റെന കണ്ടിട്ടുമില്ല. അതുകൊണ്ട് റെന ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഷോ ഓഫിന് വന്നാണ്. അപ്പൊ അനുവിന്റെ അടുത്താണ് ചെല്ലുന്നത്. ഇവരുടെയൊക്കെ വിചാരം എന്താന്ന് വെച്ചാൽ അനു നല്ല നെഗറ്റീവായിട്ട് ഇരിക്കണം എന്നാണ് ഇവരുടെ വിചാരം. പക്ഷെ അതൊന്നും അല്ല. സത്യം എന്താ നമുക്കല്ലേ അറിയില്ല, നമ്മളല്ലേ എപ്പിസോഡ് കാണുന്നത്. അങ്ങനെ റെന റെന തുടങ്ങി വെച്ചു. അനുവിനാണെങ്കിൽ ട്രിഗർ ആവുന്നുണ്ട്. അനു ഇങ്ങനെ ഫയറായി വരുന്നുണ്ട്. അപ്പം എന്ത് ചെയ്തു? റെന ചപ്പാത്തി കള്ളിന്ന് വിളിച്ചു നമ്മുടെ അനുവിനെ. ചപ്പാത്തിക്കള്ളിന്ന് വിളിച്ചു. അപ്പം അത് അനുവിന് ട്രിഗർ ആയിട്ടുണ്ട്. അപ്പം ഇതിന് നമ്മുടെ അനീഷ് അപ്പാനിയും ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്ന് റെനയോട് ചൂടാവുന്നുണ്ട്. റെനയോട് പോവാനൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഓടിച്ചെന്ന് നമ്മുടെ ജിസൈലിന്റെ അടുത്ത് പറയണം, ജിസൈൽ ഞാൻ അനുവിന് ചപ്പാത്തിക്കളി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ജിസൈലിന് അത്ര വലിയ റെന പോയി ജിസൈൽ അറിഞ്ഞുകൊണ്ടല്ല, പക്ഷെ സംഭവം റെനയ്ക്ക് ജിസൈലിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യമാണ്. അപ്പം ജിസൈലിന്റെ ഒരു ഫേസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ
ഇനി ആ ഒരു കേസ് ഓപ്പൺ ചെയ്യാൻ, അതായത് അത് അവിടെ കഴിഞ്ഞ ആഴ്ച അത് അവിടെ കഴിഞ്ഞു. ഇനി അത് കൂടുതൽ കൊണ്ടുവരാൻ ജിസേലും ആഗ്രഹിക്കുന്നില്ല, അനുമോളും ആഗ്രഹിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ജിസേലിനും ആഗ്രഹമില്ല. പക്ഷെ റെന എന്ത് ചെയ്തു? റെന പോയിട്ട് അവളെ ചപ്പാത്തി കളിന്ന് വിളിച്ചു, നമ്മുടെ അനുമോളെ ചപ്പാത്തി കളിന്ന് വിളിച്ചു. അങ്ങനെ റെന പോയിട്ട് ജിസേലിനോട് ഭയങ്കര സന്തോഷത്തിൽ പോയി പറയുന്നുണ്ട് ഇവക്ക് PR വർക്കിന്റെ ബലമാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ റെന PR വർക്ക് കൊടുത്തിട്ടില്ലല്ലോ, അത് നമുക്കറിയാം. അതുകൊണ്ട് റെനയ്ക്ക് പറയാലോ അനുമോള് PR വർക്ക് കൊടുത്തിട്ടുണ്ടോ, നമ്മൾ കാണാനില്ല ആർമി. അത് മാത്രമല്ല എന്താ നേരത്തെ പറഞ്ഞ കേസ് തന്നെ, ശരിക്കും ജിസൈൽ ഒരു താല്പര്യം ഇല്ലാത്ത പോലെയാണ് ജിസൈൽ ബിഹേവ് ചെയ്തത്. അങ്ങനെ ആ ഒരു കേസ് അവിടെ കഴിഞ്ഞു. പിന്നീട് നമുക്ക് നടക്കുന്നത് നമ്മുടെ ശാരിക എന്ത് ചെയ്തു? ശാരിക ജിസേലിനെയും നമ്മുടെ റെനേനെയും വിളിച്ച് സംസാരിക്കുന്നത്. ഇതിനിടയ്ക്ക് അനു പോയിട്ട് അനു കരയുന്നുണ്ട്. അനു വലുതായിട്ട് വളരെ കരയുന്നൊന്നുമില്ല, അനു ജസ്റ്റ് കണ്ണീരൊക്കെ വന്ന് കരയുന്നുണ്ട്. അപ്പൊ അപ്പാനിയൊക്കെ പോയിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. എനിക്ക് നീ വിട്ടേക്ക് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ അനു കുറച്ചും കൂടി നല്ല ബോൾഡ് ആയിട്ടുണ്ട്, ഉള്ള കാര്യം പറയുന്നത്, നല്ല ബോൾഡ് ആയിട്ടുണ്ട്. ഇതിനുശേഷം നമ്മുടെ അപ്പാനി അല്ലല്ലോ, ശാരിക പോയിട്ട് ജിസേന്റെ അടുത്ത് എന്നോട് സംസാരിക്കുന്നുണ്ട്. നീ ചുമ്മാ അവളെ പോയി കള്ളിന്ന് വിളിക്കുന്നതിന്, അപ്പൊ നമ്മൾ നെവിനെ വിളിക്കുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. നെവിനെ ഞാൻ വിളിക്കുന്നില്ല, അപ്പൊ ജിസേല് വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ചപ്പാത്തി കള്ളിന്ന് വിളിക്കുന്നത് അവള് കള്ളിയായിട്ട് തന്നെയാണ് റെന പറയുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് റെനയ്ക്ക് നെഗറ്റീവ് ആവേ ഉള്ളൂ, അനുമോൾക്ക് പോസിറ്റീവ് ആകേ ഉള്ളൂ. വേറെ വെറൈറ്റീസ് അത് അവിടെ കഴിഞ്ഞു. എന്നിട്ട് നോമിനേഷൻ നടക്കണം. നോമിനേഷന് മുമ്പായിട്ട് ബിഗ് ബോസ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ബിഗ് ബോസ് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ഒളിച്ചിരിക്കുന്നവരെ, ഹീറോയിൻ ചമച്ചിരിക്കുന്നവരെ വലിച്ച് താഴെയുടെ ഒളിച്ചിരിക്കുന്നവരെ വെളിച്ചത്ത് കൊണ്ടുവരാനും ഒക്കെ നമുക്ക് നോമിനേഷനിലേക്ക് നോമിനേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിനുശേഷം നോമിനേഷൻ സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇതിലേക്ക് അനുമോള് ജിസൈലിനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ അനുമോള് കരയുന്നുണ്ട്. എന്നെ ചപ്പാത്തി കള്ളിന്ന് വിളിച്ചു, അത് ഇവിടെ ഇപ്പൊ പ്രതിഫലിച്ചു, അത് ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അത് അങ്ങനെ പറഞ്ഞ അനുമോള് കരയുന്നുണ്ട്. അപ്പം നോമിനേഷനൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. നോമിനേഷനിൽ ഒരു പ്രത്യേകത ഉണ്ട്, പറയാം. ഇപ്പൊ നോമിനേറ്റ് ആയവർ ഇവരൊക്കെയാണ്. ഒന്ന് അനുമോള്, ശൈത്യ, അക്ബർ, ശരത്ത്, സരിക, ശാരിക, ഷാനവാസ്, ഒനീൽ, റെന. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇത്രയും നാള് വെറുപ്പിച്ച് നടന്ന അനീഷിന് ഒരു വോട്ട് പോലും കിട്ടിയില്ല. എനിക്ക് അങ്ങ് അത്ഭുതമായി. ഇവരെന്താ അനീഷിനെ വോട്ട് ചെയ്യാത്ത എന്താ? അനീഷിന് ഒരു വോട്ട് പോലും കിട്ടിയിട്ടില്ല. പക്ഷെ അനീഷിന് അത് നെഗറ്റീവ് ആകാനാണ് ചാൻസ്. കാരണം അറ്റ്ലീസ്റ്റ് എന്താ നോമിനേഷനിൽ വരണ്ടേ, അപ്പൊ പുള്ളി ഒരു സേഫ് ഗെയിമർ ആയിട്ട് മാറില്ലേ. പക്ഷെ അനീഷിന് ഒരു വോട്ട് പോലും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? പിന്നെ വേറെ ഒരാൾക്കും കിട്ടിയിട്ടില്ല, നമ്മുടെ ഇവർക്കും കിട്ടിയിട്ടില്ല, ഒരാൾക്കും കൂടെ കിട്ടിയിട്ടില്ല, ഞാൻ മറന്നുപോയി. അനീഷ് മെയിൻലി നമുക്ക് എടുത്ത് പറയാനുള്ളത് അനീഷിനാണ്. അനീഷിനൊരു രേണുസുതിക്ക് വോട്ട് കിട്ടിയില്ല. രേണുസുതിക്ക് വോട്ട് കിട്ടിയിട്ടില്ല. രേണുസുതിക്ക് പോലും ഒരു വോട്ട് പോലും രേണുസുതിക്കും കിട്ടിയിട്ടില്ല. അനീഷിനും കിട്ടിയിട്ടില്ല, രേണുസുതിക്കും കിട്ടിയിട്ടില്ല. രേണുസുതിനെ ഒളിച്ചിരിക്കുന്ന രേണുസുതി ഒരു കോൺട്രാക്ട് ഇപ്പൊ കൊടുക്കുന്നില്ല, ഒന്നാമത്തെ കാര്യം. അനീഷിന് ഒരു വോട്ടും കിട്ടിയില്ലെന്ന് പറയുമ്പോൾ അത് അത്ഭുതമാണ്. ഇത്രയും വെറുപ്പിച്ചെടുത്തിട്ട് അനീഷിന് വോട്ട് കിട്ടിയില്ലല്ലോ. പിന്നീട് അനുമോളും ഒബ്വിയസ്ലി അനുമോള് 2-3 ആഴ്ചയായിട്ട് അനുമോള് കണ്ടിന്യൂസ്ലി നോമിനേഷനിൽ വന്നിരിക്കുകയാണ്. ശൈത്യ നോമിനേഷനിൽ വന്നിരിക്കുകയാണ്. പിന്നെ ഷാനവാസ് ഇപ്രാവശ്യം നോമിനേഷനിലുണ്ട്, അക്ബർ നോമിനേഷനിലുണ്ട്, അപ്പാനി ശരത്ത് നോമിനേഷനിലുണ്ട്. അങ്ങനെ നോമിനേഷൻ അവിടെ കഴിഞ്ഞു. പിന്നെ KP നമ്പൂതിരീസിന് ഒരു സ്പോൺസേർഡ് ടാസ്കിനെ പറ്റിയിട്ടുള്ള ഒരു ലെറ്റർ വായിക്കലാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ ദന്ത സംരക്ഷണത്തിനുള്ള അവാർഡ്, എല്ലാ മാസം കൊടുക്കുന്ന ഒരു അവാർഡ്, അതിനെ പറ്റിയിട്ടാണ് ആ ഒരു ലെറ്റർ വായിക്കുന്നത്. പിന്നെ ശാരിക സരിക ഇഷ്യൂ ഇല്ലേ, അത് പിന്നെയും പൊങ്ങി വരുന്നുണ്ട്. അത് സാരിക എല്ലാവരും പറയുന്നുണ്ട്. ഇങ്ങനെ തന്നെ ലാസ്യ ഭാവം അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട്, സരിക പറയുന്നുണ്ട്. അപ്പൊ ശാരികനെ വിളിച്ചോണ്ട് ബിന്നി പോയിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ഇതിന് ശേഷം അനുവിന്റെ ഒരു കരച്ചിലാണ്. അതായത് അനു ബെഡിന്റെ അവിടെ പോയിട്ട് കരയുന്നുണ്ട്. ശൈത്യ പോയി ഇരിപ്പുണ്ട്. അപ്പൊ അനു കരയുന്നുണ്ട്, എന്നെ ഇങ്ങനെ പിന്നെയും പറയേണ്ട കാര്യം എന്താ എന്നൊക്കെ പറഞ്ഞ്, അതും ഞാൻ മോളെ എന്നാണ് ഞാൻ അവളെ വിളിച്ചിട്ട്, അവൾ എന്തിനാ എന്നെ ഇങ്ങനെ ചപ്പാത്തി കളി എന്നൊക്കെ വിളിച്ചതെന്നൊക്കെ പറഞ്ഞ് അനു കരയുന്നുണ്ട്. പിന്നീട് അക്ബറിനെ വിളിച്ച് അക്ബറിനെ
പറ്റിയിട്ട് ഷാരികയും നെവിനും തമ്മിലൊരു അനാലിസിസ് നടത്തുന്നുണ്ട്. അതായത് അങ്ങനെ അക്ബറിനെ പറ്റി ഷാരിക പറയാണ്, ഷാരികയെ തെറി വിളിച്ചു എന്ന് അക്ബറിനെ പറ്റി അക്ബർ തെറി വിളിച്ചു എന്ന് പറയാണ്. നെവിൻ പറയുന്നുണ്ട് ഇയാളുടെ പാട്ട് പോലും ഞാൻ വെറുത്തു പോയെന്ന് നെവിൻ പറയാണ്. പക്ഷെ ശരിയാണ്, അക്ബർ നല്ലപോലെ നെഗറ്റീവ് ആയിട്ടുണ്ട്. അക്ബർ ഇപ്പൊ വീട്ടിനകത്ത് നെഗറ്റീവായി, പറഞ്ഞിട്ട് കാര്യമില്ല. ആൻഡ് അതിനുശേഷം അബിയെ ബിഗ് ബോസ് വിളിക്കുന്നുണ്ട്. ബിഗ് ബോസ് അബിയെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ മെന്റലി ഇവര് കുറച്ച് ഡൗൺ ആയിട്ട് ഇരിക്കുകയാണ്, ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം അതിനെ ഒന്നും റിലാക്സ്ഡ് ആക്കാൻ വേണ്ടി ബിഗ് ബോസ് വിളിച്ച് സംസാരിപ്പിക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് നടക്കുന്നത് അല്ല, അതിനൊക്കെ അബി പറയുന്നുണ്ട്. അബിക്കിടെ നല്ല സുഹൃത്തായിട്ട് തോന്നിയത് ഒനീലിനെയാണ്, പക്ഷെ ഒരു കണക്ഷനും തോന്നാത്തത് അക്ബറിനോടാണെന്നാണ് അബി പറയുന്നത്. ഇതിനുശേഷം കിച്ചണിൽ അടിയാണ് നടക്കുന്നത്. കിച്ചൺ അടി പാർട്ട് 2. നമ്മുടെ ജിസയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജിസയില് സംഭവം എന്താണെന്ന് വെച്ചാൽ ജിസയില് വെജിറ്റേറിയൻ ആയതുകൊണ്ട് ജിസയില് നേരത്തെ കഴിച്ചു. ഇവരെല്ലാരും കഴിക്കുന്നത് ഇന്ന് ചിക്കൻ കറി ആയിരുന്നല്ലോ, അപ്പൊ ജിസയിൽ നേരത്തെ കഴിച്ചു. അപ്പൊ ജിസയിൽ പിന്നെ വിശന്നു. ഒബ്വിയസ്ലി നമുക്ക് നേരത്തെ കഴിച്ച് നമുക്ക് വിശക്കൂല. അപ്പം അതുപോലെ ജിസയിൽ വിശന്നപ്പോ നെവിൻ പറഞ്ഞിട്ട് കിച്ചൺ ക്യാപ്റ്റന്റെയും നമ്മുടെ ഹൗസ് ക്യാപ്റ്റന്റെ പെർമിഷനോടെ ജിസയിൽ കുക്ക് ചെയ്ത് കഴിച്ചു. അപ്പൊ ഇത് അനിമോൾ അറിഞ്ഞിട്ടില്ല. അനിമോള് വന്നിട്ട് ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട്. ഇത് പെർമിഷൻ ഇല്ലാതെ ആരൊക്കെ എന്തിനാ കിച്ചണിൽ കയറി എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നുണ്ട് ഇത് പെർമിഷൻ എടുത്തിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. ജിസയിൽ ആരെ കയറ്റിന്നൊക്കെ അനിമോൾ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇവര് പെർമിഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനിമോൾ ട്രിഗറായിട്ട് എന്ത് ചെയ്തു, അവിടെ ഒരു ഫൈറ്റ് ഉണ്ടായി. അപ്പാനിയെ വെറും വേസ്റ്റ് ക്യാപ്റ്റൻ അല്ലെങ്കിൽ മൊണ്ണയെന്ന് വിളിച്ചില്ല, പക്ഷെ വെറും ഒന്നിനും കൊള്ളില്ലാതെ ക്യാപ്റ്റൻ എന്നൊക്കെ വിളിക്കുമ്പം അപ്പാനിയും പെട്ടെന്ന് ഫയറായി. അപ്പാനിയും നമ്മുടെ അനുവിനോട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഫിസിക്കൽ ആ ഒരു ഇതിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അനുവിനോട് പോകുന്നുണ്ട്. പക്ഷെ അനു അവിടെയും കരയുന്നില്ല. അനു സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കുകയാണ്. ഫയറായിട്ട് തന്നെ അനു അവിടെ നിൽക്കുകയാണ്. ഇങ്ങനെ ചീറ്റിക്കൊണ്ട് നമ്മുടെ അപ്പാനി വരുമ്പം ഇങ്ങനെ ഫയറായിട്ട് നിൽക്കുകയാണ്. ഇതിനിടയ്ക്കാണ് ഇയാൾ ഒറ്റ ഒരുത്താൻ കാരണം ഒരു പെണ്ണിന് ഈ വീട് വിട്ട് പോവേണ്ടി വന്നു എന്ന പരാമർശം അനു നടത്തുന്നത്. അത് അപ്പാനിയേക്കാൾ കൂടുതൽ ട്രിഗർ ആയത് അക്ബറിനാണ്. എന്തിനാണെന്ന് അറിഞ്ഞൂടാ, ഇത് അപ്പാനിയെ പറയുന്നത്, പക്ഷെ അപ്പാനിയേക്കാൾ കൂടുതൽ ട്രിഗർ ആയത് അക്ബറിനാണ്. അക്ബർ അവിടെ പിന്നെ ചാർജ് ചെയ്യാൻ തുടങ്ങി. അനുവിനോട് ചാർജ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അനു പതർന്നില്ല. അനു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എടി പൊടി എന്നൊക്കെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി എന്നൊക്കെ അനു തിരിച്ചും പറയുന്നുണ്ട്. പക്ഷെ അനുവിന് പിന്നീട് അനിമോൾക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. കാരണം പുറത്ത് പോയ ബിൻസിയെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പം അത് അനിമോൾക്ക് പെട്ടെന്ന് വിഷമമായി. അങ്ങനെ ലാസ്റ്റ് ആയപ്പം അനിമോൾ ചെന്ന് അപ്പാനിയോട് കാലു പിടിച്ച് കരഞ്ഞ് പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് എല്ലാവരും പോയിട്ട് ശൈത്യയും നമ്മുടെ ആദില നോറയൊക്കെ പോയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പാനിനെ നമ്മുടെ അനീഷ് പോയിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ അനീഷ് കൂളായിട്ട് ആശ്വസിപ്പിക്കുന്നു. അപ്പാനി കൂളായിട്ട് അവിടെ നിൽക്കുന്നു. സാധാരണ ഇവര് മുഖാമുഖമല്ലേ, പക്ഷെ ഇപ്പൊ അവര് ആ ഒരു കൂൾ ഡൗൺ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതിനുശേഷമാണ് മെയിൻ ആ ഒരു സംഭവം നടക്കുന്നത്. നമ്മൾ ആരും കണ്ടിട്ടില്ല, ഇനി ലൈവിൽ ഇപ്പൊ കാണിക്കുന്നുണ്ടാവാം. ഈ അപ്പാനി അക്ബർ ഒരു കൂടെ പറയാണ് ഈ കെട്ടിപ്പിടിക്കുന്നത് എന്താ ഒരു സദാചാര ടോക്ക് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. നെവിൻ എന്തോ ഗേൾസിനെ കെട്ടിപ്പിടിക്കുന്നത് അല്ല, അക്ബർ എന്തോ ഒരു സംസാരം അവിടെ നടത്തിയിട്ടുണ്ട്. അക്ബർ ആണോ ഷാനവാസ് ആണെന്ന് ക്ലിയർ അല്ല. അക്ബർ എന്തോ ഒരു സംസാരം നടത്തിയിട്ടുണ്ട്. അപ്പം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംസാരമാണ് അവിടെ നടക്കുന്നത്. ഇതിനുശേഷം പെൺപിള്ളേരെ കെട്ടിപ്പിടിക്കുന്നത് ഒരു സൊസൈറ്റിക്ക് ചേർന്നതല്ല എന്ന് പറഞ്ഞ് അത് നെവിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഇതിനുശേഷം നെവിൻ ആദില നൂറയുടെ അടുത്ത് പോകുന്നുണ്ട്. പക്ഷെ അക്ബറിന് ശേഷം ആദില നൂറ ഇടയിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇന്നത്തെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് വെട്ടിക്കൂട്ടി കാണാം, ഒരു അവിയല് പരിപാടിയൊരു എപ്പിസോഡ് തന്നെയാണ് തോന്നിയത്. കാരണം ഒന്നും തല വേറെ വാല് വേറെ അങ്ങനെ ഒരു എപ്പിസോഡ് പോലെയായി എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഒന്നും മനസ്സിലാവാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. എന്നിട്ട് ഇതിന്റെ പേരിൽ ഒരു ടോക്ക് അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ നെവിനാണെങ്കിൽ അവരുടെ അടുത്തൊക്കെ സരികയുടെ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, അവിടെ ഒരു ടോക്ക് നടക്കുന്നുണ്ട്. പിന്നെ ജിസയിലും
പിന്നെ അനിലും ഒക്കെ വെളിയിൽ വന്നിട്ട് ഷാനവാസൊക്കെ വെളിയിൽ വന്നിട്ട് സംസാരിക്കുന്നത്. ഇതിനിടയ്ക്ക് ആ ഷാനവാസ് കയറി ഏച്ചു പിടിക്കുന്നുണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിസം. അപ്പാനിയുടെ നേരെയാണ് സംസാരിക്കുന്നത്, നിങ്ങളുടെ ഗ്രൂപ്പിസം ഞാൻ തകർത്തെറിയും എന്നൊക്കെ, ഒറ്റയ്ക്ക് ഞാൻ നേരിടും, ഗ്രൂപ്പിസം തുറന്ന് കാണിക്കുന്നൊക്കെ പറഞ്ഞ് അവിടെ ഷാനവാസ് അപ്പാനി തമ്മിൽ അടി വന്നിട്ട്. പക്ഷെ അപ്പാനി കൂളായിട്ട് നിൽക്കുന്നുണ്ട്, ഷാനവാസാണ് കുറച്ച് ട്രിഗർ ആയിട്ട് അല്ലെങ്കിൽ ഫയർ ആയിട്ട് സംസാരിക്കുന്നത്. അങ്ങനെ ഇവര് നേരെ സ്മോക്ക് റൂമിലൊക്കെ പോകുന്നുണ്ട്. ഒരു സ്മോക്ക് റൂം ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല, സീരിയസ്ലി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇതുവരെ ഒരു എപ്പിസോഡിലും കാണിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു സംസാരം അവിടെ നടക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് സംസാരം നടക്കുന്നുണ്ട്. അപ്പാന്റെ പക്ഷെ കൂളായിട്ട് നിൽക്കുകയാണ്. അക്ബറും എന്തോ ഇവരുടെ ഇടയിൽ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് കേട്ടോ, എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്, സദാചാര വിരുദ്ധമായിട്ടുള്ള ഒരു സംഭവം എന്തോ അവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെ ജിസേലിനോട് ഷാനവാസ് പറയാണ്, ജിസേലിനോടുള്ള അക്ബറിന്റെ പല പ്രാവശ്യം ജിസേലിനെ മോശമായിട്ട് അക്ബർ നോക്കി, ജിസേലിനെ അക്ബർ നോക്കി എന്ന് പറയുന്നത്. പക്ഷെ ഇത് കുറച്ച് കത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം അക്ബർ എന്തോ എനിക്കറിയില്ല, എനിക്ക് തോന്നിയൊരു കാര്യം, അക്ബർ ഓൾറെഡി മാരീഡ്, അപ്പൊ അത് അക്ബറിനെ ബാധിക്കും, നന്നായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കും കേട്ടോ. അക്ബർ ജിസേലിനെ വളരെ മോശമായിട്ട് അക്ബർ പലവട്ടം നോക്കി ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഷാനവാസ് പറയാണ്. അപ്പൊ അവിടെയാണ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? അനി കുറച്ചുകൂടെ ബോൾഡായിട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് ആ ഒരു ചപ്പാത്തി കളി എന്ന് വിളിച്ചത് അനുമോൾക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അനുവിന്റെ കോണ്ടന്റ് കാണാൻ, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ അനുവിന്റെ കോണ്ടന്റ് കാണാൻ ഇരുന്നിട്ട് വേറെ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇനി BB+ലും കുറച്ചൊക്കെ ഉണ്ട്. കാരണം അനുവിനെയൊക്കെ വേറെ അക്ബറിനെയൊക്കെ വിളിച്ച് ബിഗ് ബോസ് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. നോക്കാം എന്താണ് ഇനി നാളത്തെ ഇവർക്ക് കിട്ടാവുന്ന പണിയൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ താങ്ക് യു ഓൾ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക. താങ്ക് യു.